3 ആഭ്യന്തര മുളക് കയറ്റുമതിക്കാരുടെ കയറ്റുമതി ചൈന നിരസിച്ചു. മെത്താമിഡോഫോസ് അവശിഷ്ടങ്ങൾ അമിതമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മെത്തമിഡോഫോസ് അവശിഷ്ടങ്ങൾ അമിതമായി കണ്ടെത്തിയതിനെ തുടർന്ന് ചൈന ഇന്ത്യയിൽ നിന്നുള്ള ഉണക്കമുളകിന്റെ 3 ലോഡുകളെങ്കിലും നിരസിക്കുകയും 3 ഇന്ത്യൻ കയറ്റുമതിക്കാരിൽ നിന്നുള്ള ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ബീജിംഗിന്റെ ഗുണനിലവാര പരിശോധന കർശനമാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിയെ അത് ബാധിക്കുമെന്നതിനെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ അരി കയറ്റുമതിയെക്കുറിച്ച് ചൈനീസ് അധികൃതർ ആശങ്കകൾ ഉന്നയിച്ചതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ സംഭവം. രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയിലേക്കുള്ള ഇന്ത്യൻ കാർഷിക കയറ്റുമതിക്ക് കർശന ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നുവരുമോ എന്ന് വ്യവസായ നിരീക്ഷകർ ചോദ്യം ചെയ്യാൻ ഇത് കാരണമായി. മെത്തമിഡോഫോസിന്റെ അളവ് അനുവദനീയമായ പരിധിക്ക് മുകളിലാണെന്ന് പരിശോധനകളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ചുവന്ന മുളകിന്റെ ഏറ്റവും വില വിദേശ വാങ്ങുന്ന രാജ്യമായ ചൈന 3 ഇന്ത്യൻ കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിവെച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കീടനാശിനി വളരെ വിഷാംശമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ചൈനയിലേക്ക് ഏകദേശം 2.36 ലക്ഷം ടൺ മുളകാണ് കയറ്റുമതി ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 31% വർധനവ് ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും ഉയർന്ന നിരക്കുമാണിത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 6.01 ലക്ഷം ടണ്ണായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള മുളക് കയറ്റുമതി 19% വർദ്ധിച്ച് 7.15 ലക്ഷം ടണ്ണായി. ചൈനയുടെ ഒലിയോ റെസിൻ വേർതിരിച്ചെടുക്കുന്ന വ്യവസായം, ഭക്ഷ്യ സംസ്കരണ മേഖല, പാചക മേഖല എന്നിവയിലാണ് അതിന്റെ ആവശ്യകതയിൽ ഏറെയും ഉപയോഗിക്കുന്നത്. ഒലിയോ റെസിൻ ഉൽപാദനത്തിനായി രാജ്യം പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള തേജ ഇനം മുളകാണ് ഇറക്കുമതി ചെയ്തു വന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.